എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരെയും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ദേശാഭിമാനി അക്ഷരമുറ്റം ക്വിസ് മത്സരവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഈ ചോദ്യങ്ങൾ ഒരു തവണ, അതായത് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്, ക്വിസ് ഫെസ്റ്റിവൽ സീസൺ 9 ഉപജില്ലാ തല ക്വിസ് മത്സരത്തിന് ചോദിച്ച ചോദ്യങ്ങളാണ് LP വിഭാഗം. ഓക്കെ, അപ്പോൾ അതിന്റെ നിർദ്ദേശങ്ങൾ അതേ പേപ്പർ തന്നെയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരിക എന്നുള്ളത്. ജില്ലാ തലത്തിൽ ചോദിച്ച LP വിഭാഗത്തിന്റെ ചോദ്യങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ നമ്മുടെ ചാനൽ തയ്യാറാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ ഭാഗമായി കാണുക. നേരെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് ഈ ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്ത് കൃത്യമായി പഠിക്കാവുന്നതാണ്. നേരെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം നോക്കുക. തിരുവനന്തപുരത്തെ VJT ഹാൾ ഇന്ന് അറിയപ്പെടുന്നത് ഒരു മഹാനായ നേതാവിന്റെ പേരിലാണ്. ഓഗസ്റ്റ് 28 അദ്ദേഹത്തിന്റെ ജന്മദിനമായിരുന്നു. ഏത് നേതാവിന്റെ പേരിലാണ് VJT ഹാൾ ഇന്ന് അറിയപ്പെടുന്നത്? ഉത്തരം നൽകിയിട്ടുണ്ട് അയ്യങ്കാളി. ഓക്കെ, ഒളിമ്പിക്സിൽ താരങ്ങൾ മെഡൽ കടിക്കുന്ന ചിത്രം കണ്ടിരിക്കുമല്ലോ. കായിക താരങ്ങൾ മുമ്പ് തുടങ്ങിയ ഒരു ശീലമാണിത്. അതിനെക്കുറിച്ച് അക്ഷരമുറ്റത്തിൽ വായിച്ചിരിക്കുമല്ലോ. നമുക്കറിയാം, അക്ഷരമുറ്റം ക്വിസ് മത്സരവുമായി ബന്ധപ്പെട്ട് അക്ഷരമുറ്റം നമ്മൾ കൃത്യമായി പരിചയപ്പെട്ടു പോവുക തന്നെ വേണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ പതിപ്പായിട്ട് ദേശാഭിമാനി അക്ഷരമുറ്റം എന്ന് അടിച്ചു നോക്കിയാൽ ഓരോ ഡേറ്റ് വെച്ചിട്ടുള്ള PDF നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പരിചയപ്പെടുക. ഒരു പ്രത്യേക ലോഹമാണെന്ന് ഉറപ്പുവരുത്താനാണ് അന്ന് അവര് ആ ഒരു മെഡൽ കടിച്ചിരുന്നത്. മെഡൽ ഏത് ലോഹമാണെന്ന് തിരിച്ചറിയാനാണ് അന്ന് അവര് അതിൽ മെഡൽ കിട്ടുമ്പോൾ കടിച്ചു നോക്കിയിരുന്നത്. എന്താണ് നമുക്കറിയാം ഉത്തരം? സ്വർണം അല്ലേ? മൂന്നാമത്തെ ചോദ്യം, ജൂൺ 5 പരിസ്ഥിതി ദിനം, ജൂൺ 8 സമുദ്ര ദിനം, ജൂൺ 12 രക്തദാന ദിനം, ജൂൺ 19 വായനാ ദിനം. ഇതിൽ തെറ്റായി എഴുതിയ ജോഡി ശരിയാക്കി എഴുതുക. ഓക്കെ, രണ്ടെണ്ണത്തിന്റെ തീയതി തെറ്റാണ് എന്ന് നൽകിയിട്ടുണ്ട്. ഓക്കെ, രണ്ടെണ്ണത്തിന്റെ തീയതി തെറ്റാണ്. താഴെ കൊടുത്ത ഉത്തരത്തിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ സ്കോർ കൊടുക്കാം. ഇതാണ് ആ ഒരു നിർദ്ദേശമായി നൽകിയിട്ടുള്ളത്. ഓക്കെ, ജൂൺ 12 ലോക ബാലവേല വിരുദ്ധ ദിനമാണ്. അതോടൊപ്പം ജൂൺ 14 ലോക രക്തദാന ദിനം. ഓക്കെ, ഇതില് 12 എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ മാറ്റിയിട്ടാണ് കൊടുക്കേണ്ടത്. ലോക ബാലവേല വിരുദ്ധ ദിനം. ഓക്കെ, സ്ക്രീനിൽ അല്ലെങ്കിൽ പ്രിന്റ് ഔട്ടിൽ നമ്മൾ എന്താ വെച്ചാൽ ആ സ്ക്രീനിൽ കാണിച്ചിരുന്ന പോലെ അല്ലേ, ആ ഒരു വേർഡ് താഴെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നോക്കിയാൽ മതി. EATHCRE അല്ലേ, ഈ ഒരു വേർഡാണ് നൽകിയിട്ടുള്ളത്. ഒന്നുകിൽ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരും ആ ഒരു കാര്യം. ഇതിൽ കൊടുത്തിരിക്കുന്ന അക്ഷരങ്ങളിൽ ഒളിച്ചിരിക്കുന്ന വാക്ക് കണ്ടെത്തി നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. ഉത്തരം എന്താണ്? ടീച്ചർ അല്ലെ. ഇത് നമ്മൾ 4ാം ക്ലാസ്സിൽ ഈ ഒരു ഭാഗം പഠിച്ചു പോകുന്നുണ്ട്. ദെൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. ആരാണ് എന്നാണ് കണ്ടെത്തേണ്ടത്. കേരള നെപ്പോളിയൻ എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട്. ആരാണ് ഇദ്ദേഹം? ഓക്കെ, നൽകിയിട്ടുണ്ട്. പൊയ്കയിൽ അപ്പച്ചൻ, കുമാര ഗുരുദേവൻ, പൊയ്കയിൽ യോഹന്നാൻ. ഏതെഴുതിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സ്കോർ കിട്ടും. കുറച്ചുകൂടി ആപ്റ്റായിട്ട് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് പൊയ്കയിൽ യോഹന്നാൻ എന്ന് എഴുതാവുന്നതാണ്. ഓക്കെ, ഒരു ടിപ്പ്. 6 ഗാന്ധിജിയുടെ 150ാം ജന്മവാർഷികമാണ് നാം ആഘോഷിക്കുന്നത്. അത് നിങ്ങളിപ്പോ ഈ ഒരു വർഷം മാറിയിട്ടുണ്ട്. കസ്തൂർബ ഗാന്ധിയുടെ എത്രാമത്തെ ജന്മവാർഷികമാണിപ്പോൾ നടക്കുന്നത്? ഓക്കെ, അപ്പോ ഗാന്ധിജി ജനിച്ചതും അതേപോലെ കസ്തൂർബ ജനിച്ചതും ഒരേ ദിവസമാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. നമുക്കറിയാം ഗാന്ധിജി ജനിച്ചത് 1869 ഒക്ടോബർ 2-നാണ്. അതേപോലെ തന്നെ 1869 കസ്തൂർബ ഗാന്ധിയും ജനിച്ചത്. അപ്പോൾ
ജന്മവാർഷികം നോക്കുമ്പോൾ അവരുടെ 2 ജന്മവാർഷികവും സെയിം ഡേറ്റിലാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. വികസനം എത്താത്ത സ്ഥലം എന്ന ആശയം വരുന്ന ഓണവുമായി ബന്ധപ്പെട്ട പ്രയോഗം ഏതാണ്? നമുക്കറിയാം, ഓണം കേറാമൂല എന്നാണ് നമ്മൾ പറയുക. ചേന, ചേമ്പ്, മരച്ചീനി തുടങ്ങിയവ നടുമ്പോൾ ചുറ്റും വേലി പോലെ ഏത് സസ്യം നട്ടാൽ എലിശല്യം കുറയും? ചേന, ചേമ്പ്, മരച്ചീനി തുടങ്ങിയ നടുമ്പോൾ എന്ത് ചെയ്യുക? ചുറ്റും വേലി പോലെ ഏത് സസ്യം നട്ടാലാണ് എലിശല്യം കുറയ്ക്കാൻ പറ്റുക? ഉത്തരം മഞ്ഞൾ. ഇത് നമ്മുടെ ജില്ലാ തലത്തിലും ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, സംസ്ഥാനത്തെ തിരിച്ചറിയാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അന്ന് ചോദിച്ചത് ഏത് തരം കളിയാണ് എന്നാണ് ചോദ്യം. അത് കട്പുത്തലിയാണ്. കട്പുത്തലി ഇവിടുത്തെ പാവകളിയാണ്. ആ ഒരു ഫോട്ടോ നൽകിയിട്ടായിരുന്നു അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇന്ത്യയിൽ 2016 എക്കാലത്തെയും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയ ഫലോഡി ഈ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം രാജസ്ഥാൻ എന്നാണ്. വൈക്കം മുഹമ്മദ് ബഷീർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 1/4 നൂറ്റാണ്ട് കഴിഞ്ഞു. ഏത് വർഷമാണ് ബേപ്പൂർ സുൽത്താൻ അല്ലെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത്? ഉത്തരം 1994. ഇന്ത്യയിൽ ടെലിവിഷൻ കാണാൻ തുടങ്ങിയിട്ട് 60 വർഷമായി. 1959 സെപ്റ്റംബർ 15 ദൂരദർശൻ തുടങ്ങി. അന്നത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഓക്കെ, എവിടെ നിന്നാണ്, ഏത് സ്ഥലത്ത് നിന്നാണ് ദൂരദർശൻ പ്രവർത്തനം തുടങ്ങിയത്? ഉത്തരം ഡൽഹി അല്ലെങ്കിൽ ന്യൂഡൽഹി. അച്ഛന് 31 വയസ്സുള്ളപ്പോൾ മൂത്ത മകൻ ഫിറോസ് ജനിച്ചു. 31. അവന് 6 വയസ്സുള്ളപ്പോൾ മകൾ നമിത ജനിച്ചു. അവന് 6 വയസ്സായപ്പോൾ നമിത ജനിച്ചു. അവൾക്ക് ഇപ്പോൾ 14 വയസ്സായി. ഓക്കെ, 31 വയസ്സുള്ളപ്പോ മകൻ ജനിച്ചു അല്ലേ? അപ്പൊ അവന് 6 വയസ്സുള്ളപ്പോ എന്ത് ചെയ്തു? നമിത ജനിച്ചു അല്ലേ? അതിനുശേഷം എത്ര ആയി? 14 വയസ്സായി. അച്ഛനിപ്പോൾ വയസ്സ് 51. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അച്ഛന് 31 വയസ്സുള്ളപ്പോൾ ഫിറോസ് ജനിച്ചു അല്ലേ? ഫിറോസ് ജനിച്ചിട്ട് 6 വയസ്സുള്ളപ്പോ എന്ത് ചെയ്തു? മകൾ നമിത. ഓക്കെ, നമിതയ്ക്ക് ഇപ്പോൾ 14 വയസ്സായി. അപ്പൊ അവര് തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? യെസ്, നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂട്ടിയാൽ അപ്പോ അവര് തമ്മിലുള്ള അല്ലെ 14, 6 ഈ 2 വയസ്സും കൂട്ടിയാൽ എത്ര കിട്ടും നമുക്ക്? 20 അല്ലെ? അപ്പൊ 20 വയസ്സിന്റെ വ്യത്യാസമാണ് അച്ഛൻ ഉണ്ടാവുക. അപ്പൊ അച്ഛന് ഇപ്പോ വയസ്സ് 51. സമുദ്രനിരപ്പിൽ നിന്ന് വലിയ ഉയരത്തിലല്ല ഈ രാജ്യത്തിന്റെ ഭൂരിഭാഗവും. അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കം സാധാരണമാണ്. വെള്ളപ്പൊക്കങ്ങളുടെ നാട് എന്ന വിശേഷണം കൂടിയുള്ള ഈ രാജ്യം ഏത്? നമ്മുടെ ഇന്ത്യക്ക് തൊട്ടടുത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ എന്ന് പറയാവുന്ന ഉത്തരം ബംഗ്ലാദേശ്. അടുത്ത ചോദ്യം, ബഹിരാകാശത്ത് അനവധി നേട്ടങ്ങൾ നമ്മുടെ രാജ്യം നേടുന്ന കാലമാണിത്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഡോക്ടർ വിക്രം സാരാഭായ്. നമുക്കറിയാം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. ഓക്കെ, അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? കണ്ടെത്താം. കുവൈത്ത് എന്ന രാജ്യത്തിന് വർഷങ്ങൾക്ക് ശേഷം 2020 ഒളിമ്പിക്സിൽ പങ്കെടുക്കാം. അക്ഷരമുറ്റത്തിൽ വായിച്ചില്ലേ? ഒളിമ്പിക്സ് മത്സരങ്ങളുടെ നടത്തിപ്പിനുള്ള സംഘടന അന്താരാഷ്ട്ര ഒളിമ്പിക് അസോസിയേഷൻ ആണ്. അവരാണ് എന്ത് ചെയ്തത്? കുവൈത്തിനെ വിലക്കിയത്. വിലക്കിന് ശേഷം അവർ പങ്കെടുക്കുന്ന ഒളിമ്പിക്സ് ഏത് രാജ്യത്ത് വെച്ചാണ് നടക്കുന്നത്? ഓർത്തു വയ്ക്കുക, ഉത്തരം ജപ്പാൻ. ഓക്കെ, കൂട്ടത്തിൽ പെടാത്ത സ്ഥലം ഏത്? വട്ടിയൂർക്കാവ്, കോന്നി, അരൂർ, ചെങ്ങന്നൂർ, എറണാകുളം, മഞ്ചേശ്വരം. ഉത്തരം ചെങ്ങന്നൂർ. സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ വലുപ്പത്തിലും ഭാരത്തിലും 1-ാം സ്ഥാനം വ്യാഴത്തിന്റെ ഉപഗ്രഹമായ ഗ്യാനിമീഡിനാണ് അല്ലെ? വലുപ്പത്തിലും ഭാരത്തിലും ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രന് എത്രാം സ്ഥാനമാണ് ഉള്ളത്? ഓർത്തേക്ക്, ഉത്തരം 5-ാം സ്ഥാനം. പ്രമേഹ രോഗികളായ കുട്ടികളുടെ ചികിത്സ ലക്ഷ്യമാക്കി സർക്കാർ നടത്തുന്ന പരിപാടിയുടെ പേര് എന്താണ്? ഉത്തരം മിഠായി. കേരളത്തിന്റെ ഔദ്യോഗിക ചിത്രശലഭം എന്ന വിശേഷണം ലഭിച്ചിരിക്കുന്ന പൂമ്പാറ്റയുടെ പേര് എന്താണ്? അല്ലെങ്കിൽ ചിത്രശലഭത്തിന്റെ പേര് എന്താണ്? ഉത്തരം ബുദ്ധമയൂരി. ഓക്കെ, കവിതയുടെ പേര് കണ്ടെത്താം. ഓക്കെ, കവിത ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട്. പൊട്ടക്കിണറ്റിൻ കരയിൽ വളരും പന്നൽ ചെടിയുടെ കൊമ്പിന്മേൽ
പതുങ്ങി നിന്നൊരു പച്ചപ്പശുവിന് പണ്ടൊരു സംശയമുണ്ടായി. എന്നുടെ ലോകം ചെടിയും ചെടിയുടെ വേരും തണ്ടും തളിരിലയും. അതിന്റെ രുചിയും ഗന്ധവും എന്നാൽ അതിനപ്പുറം എന്താണ്? പൊട്ടക്കിണറ്റിൽ ഒളിച്ചു വസിക്കും തവള പറഞ്ഞു മറുപടിയായി, എന്നുടെ ലോകം കിണറും കിണറിലെ മീനും പായൽ കാടുകളും. ഇടവപ്പാതി പിറന്നാൽ പിന്നെ കോരിച്ചൊരിയും പെരുമഴയും. ഒളിച്ചിരിക്കാൻ മാളവും എന്നാൽ അതിനുമപ്പുറം എന്താണ്? കാറ്റല കടലല ഏറ്റുവിളിപ്പു അതിനുമപ്പുറം എന്താണ്? അതിനുമപ്പുറം 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 എന്താണ്? ഇതാണ് ആ ഒരു വരികൾ. ഓക്കെ, വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പി മധുസൂദനന്റെ പ്രശസ്തമായ കവിതയിലെ ഏതാനും വരികളാണ് നിങ്ങൾ കേട്ടത് അല്ലെങ്കിൽ വായിച്ചത്. ഈ കവിതയ്ക്ക് അദ്ദേഹം നൽകിയ പേര് എന്താണ് എന്നാണ് ചോദ്യം. നമ്മൾ നിരവധിയായിട്ട് ആ കവിതയിൽ വായിച്ച വരികളാണ് അതിനുമപ്പുറം എന്താണ്. ഈ ടൈ ബ്രേക്കർ ആയിട്ട് 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. തുല്യ മാർക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ ചോദ്യങ്ങൾ കൂടി ഉപയോഗിച്ചാലും എന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ചോദ്യങ്ങൾ വായിച്ചു പോകാം. കേരളത്തിലെ ആദ്യ റവന്യൂ മന്ത്രി ആരായിരുന്നു? ഉത്തരം KR ഗൗരിയമ്മ. കുഞ്ഞുണ്ണി മാഷ് ജനിച്ച സ്ഥലം ഏത് ജില്ലയിലാണ്? ഉത്തരം തൃശൂർ. ബറോസ് എന്ന 3D ചിത്രം സംവിധാനം ചെയ്യുന്നത് ആരാണ് അല്ലെങ്കിൽ ചെയ്തത് ആരാണ്? ഉത്തരം മോഹൻലാൽ. 2019 നടന്ന നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ഡാഷ് എന്ന കുട്ടനാടൻ താറാവായിരുന്നു. ഉത്തരം പാങ്കൻ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ചൈനീസ് ഡാഷ് ആണ്. ഉത്തരം മാൻഡറിൻ. സോ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടത്. സബ് ജില്ലാ ലെവലില് സീസൺ 9 ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വരിക. കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, കിട്ടുമെങ്കിൽ അക്ഷരമുറ്റം വായിച്ച് തന്നെ ഇതിൽ പങ്കെടുക്കുക. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചോദ്യങ്ങൾ ഉത്തരങ്ങളും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ അന്നത്തെ ഒരു ചോദ്യപേപ്പർ നേരെ എടുത്ത് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വാല്യൂബിൾ ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്കും കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. കേട്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.